ഹായ്, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഇപ്പം ആദ്യമായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഫിലിം സെൻസർ ബോർഡ് അംഗവും അറിയപ്പെടുന്ന ഒരു കവയിത്രിയും അതുപോലെ നോവലിസ്റ്റും ആയ രാധാമണി പരമേശ്വരനെയാണ്. ഇപ്പം മാഡത്തിൻ്റെ ഒരു കവിത ഞാൻ യൂട്യൂബിൽ കൂടി ചൊല്ലിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെടാൻ ഇടയായത്. അപ്പോൾ മാഡത്തിന് ഞാൻ കരിക്കകത്ത് വെച്ച് കണ്ടു. ഞാൻ ചെറിയ ഇൻ്റർവ്യൂ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും ഭാവിയിൽ വരാൻ പോകുന്ന സബ്സ്ക്രൈബേഴ്സിനും വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഇൻ്റർവ്യൂ ആദ്യമായിട്ടൊന്ന് കാണാം. അതിനുശേഷം കരിക്കകത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഹായ്, നമസ്കാരം. പിന്നെ ധാരാളം കവിതകൾ എഴുതിയിട്ടുണ്ട്. ഫിലിം സെൻസർ ബോർഡിൽ വർക്ക് ചെയ്യുന്നു. ബാങ്കിലായിരുന്നു നേരത്തെ. ഫാമിലിയൊക്കെ വിദേശത്താണ്. കുറച്ചധികം ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. പിന്നെ എനിക്ക് സന്തോഷകരമായ നല്ല കുറച്ച് അവാർഡുകൾ, ഗുരുവായൂർ മേൽപ്പത്തൂർ പുരസ്കാരം, അങ്ങനെ കുറച്ച് പുരസ്കാരങ്ങളൊക്കെ കിട്ടി. ഇപ്പം ഒരു 17 ബുക്കുകൾ ഞാൻ ഇറക്കിയിട്ടുണ്ട്. എല്ലാം കൂടി കൂടുതലും നോവലാണ് ഇറങ്ങിയത്, കവിതകളാണ് ഇറങ്ങിയത്. ചൂടുകൊണ്ട് മിണ്ടാൻ കൂടി ചെയ്യാത്ത ചൂട്. അപ്പോൾ എനിക്ക് ദേവിയുടെ അടുത്ത് വന്ന് ഇന്ന് പൊങ്കാല ഇടാൻ ഭാഗ്യം കിട്ടി. എല്ലാ വർഷവും വരാറുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്ന കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്താൻ വേണ്ടി ഒരു വിജയദശമിക്കാണ്. പിന്നെ ഒരു 3-4 വിജയദശമിക്ക് ഒന്നിച്ചിവിടെ അടുപ്പിച്ച് വരാൻ എനിക്ക് ദേവി എന്നെ വിളിച്ചിരുന്നു. സ്തുതിച്ച് ഞാനൊരു കീർത്തനം പോലെ എഴുതിയിട്ടുണ്ട്. അത് എൻ്റെ ഈ ഇൻ്റർവ്യൂ എടുക്കുന്ന മാം പാടിയിട്ടത് കൊണ്ടാണ് ഞങ്ങൾ തമ്മിൽ പരിചയമാകാനുണ്ടായ ഒരിടം. ഈ തിരക്കിൻ്റെ ഇടയിൽ ആ കീർത്തനം ചൊല്ലിയാൽ ശരിയാവത്തില്ല, അതുകൊണ്ട് ചൊല്ലുന്നില്ല. വേറൊരവസരം നല്ലൊരു രണ്ട് വരി എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും ഇനി വരാൻ പോകുന്ന സബ്സ്ക്രൈബേഴ്സിനും വേണ്ടി ഒരു 4 വരി ഞാൻ ചൊല്ലുന്നുണ്ട്. അല്ലാതെ തന്നെ ശങ്കരാചാര്യരുടെ ഇച്ചിരി ഭാഗം ഞാൻ ചൊല്ലാം. എൻ്റെ ശബ്ദം തീരെ താഴ്വതായിരുന്നു. അപ്പം അമ്മയെക്കുറിച്ച് എഴുതിയത്: എന്നാത്മവിഭജികയിൽ പാടിടട്ടെ ദേവി നിൻ പൂർവചരിത ഗീതകങ്ങൾ. എന്നാത്മവിഭജികയിൽ പാടിടട്ടെ ദേവി നിൻ പൂർവചരിത ഗീതകങ്ങൾ. അത്ര മതി. ഞാൻ അല്ലാതെ ഒരു ചെറിയ പോർഷൻ വേറെ അദ്വൈതം, ശങ്കരാചാര്യ, കൈലാസം, ശകുന്തള, അങ്ങനെ കുറച്ച് പൂർവ്വ പുണ്യപുരാണ കഥാപാത്രങ്ങൾ, സൂര്യപുത്രൻ, അങ്ങനെ കുറേ കവിതകൾ എഴുതിയിട്ടുണ്ട്. അത് ദീർഘമായ കവിതകളായിരുന്നു. അതിൽ അദ്വൈതത്തിൻ്റെ അവസാന കുറച്ച് പോർഷൻ ഞാൻ ചൊല്ലുന്നതാണ്. വിശ്വപ്രകൃതിയെ ശ്രുതികൾ സനാതനം കാലമോഹനിഞ്ഞേകും പുണ്യമാം വരദാനം. വിധിയെ നിഷേധിക്കാനാവില്ല കറയറ്റ നൈഷ്ഠിക ബ്രഹ്മചര്യം ഉണ്ണിക്കു മനോബലം. സർവജ്ഞ പീഠം കയറി ശോഭിച്ച ശ്രീശങ്കരൻ അമ്മയ്ക്കു മുക്തിപ്രാപ്തിയേകുവാൻ തിരിച്ചെത്തി. ആത്മീയ സാക്ഷാത്കാരം അദ്വൈത സിദ്ധാന്തത്തിൽ ആത്മമോക്ഷത്തിനു നിത്യ സായൂജ്യം പകർന്നേകി. ഇന്നോളം ഞാൻ ആർജിച്ചതൊന്നുമേ എൻ്റേതല്ല. ഇന്നിപ്പോൾ അറിയുമ്പോൾ ദുഃഖമില്ലെനിക്കൊട്ടും. എൻ്റെ ഈ ഇല്ലായ്മതൻ ബോധമാണെനിക്കുള്ളിൽ ഉന്നത സമ്പാദ്യത്തിൻ സാഗരം രചിക്കട്ടെ. അപ്പോൾ വളരെ നന്ദി. അതിവിടെ കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്താൻ വന്നപ്പോൾ ഇവിടത്തേക്ക് വേണ്ടി എഴുതിയത് തന്നെ. അതിനകത്ത് ഈ പറയുന്നുണ്ട്, അദ്വൈതത്തെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്. അതിൻ്റെ ലിറിക്സ് ഇങ്ങോട്ട് ഓടി വരുന്നില്ല. അദ്വൈതം മുഴങ്ങുന്ന കാലടി ഗ്രാമത്തിലെ അധ്യാത്മവർണ്ണാശ്രമം
തേടിയൻ തീർത്ഥാടനം ശങ്കര പ്രതിപദൻ ദർശന പ്രഭാവമൻ നെഞ്ചിലെ ശങ്കിനുള്ളിൽ തീർത്ഥമായി നിറട്ടെ. എല്ലാം എൻ്റെ കവിതയിലെ വരികളാണ്. ദീർഘമായ കുറേ കവിതകളാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ എൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ഒരു നോവലാണ് അസ്തമിക്കാത്ത പകലുകൾ. അതേത് ഒറ്റപ്പെട്ടു പോയ ഏതൊരു സ്ത്രീയുടെയും പ്രചോദനമാകുന്ന പോലത്തെ ഒരു നോവലാണ്. എൻ്റെ ഒരു ആത്മാംശം അതിൽ അടങ്ങിയിട്ടുണ്ട്. അത് ഇപ്പം അവിടെ നിന്നൊക്കെ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് ഞാൻ രക്ഷപ്പെട്ട ഒരു ഈശ്വര കൃപ കൊണ്ട് ഈ അവസ്ഥയിലെത്തി. ഇപ്പം എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വിദേശത്താണ്. കുഞ്ഞുങ്ങൾ മെഡിസിന് പഠിക്കുകയാണ്, 2 പേര്. അത്രയൊക്കെ മുതിർന്ന കുഞ്ഞുങ്ങളുണ്ട് എനിക്ക്. അപ്പം എല്ലാം കൊണ്ടും ദേവിയുടെ അനുഗ്രഹം. ഞാനിവിടെ വന്നു ചേരാനുണ്ടായ ഇടം ഞാൻ ഫിലിം സെൻസർ ബോർഡിൽ കയറിയപ്പോഴാണ് ഇവിടെ അടുത്തൊരു ഫ്ലാറ്റ് വാങ്ങിച്ചത്. എന്തായാലും എൻ്റെ അമ്മ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചു. എനിക്ക് സന്തോഷമായി. അപ്പം നമുക്കത് ഏതായാലും എൻ്റെ ചാനലിൽ വരികയും ഇങ്ങനെ ഒരു അഭിമുഖം നടത്തുകയും ഒക്കെ ചെയ്തതിന് തീർച്ചയായും വളരെ നമ്മൾ പെട്ടെന്ന് ഒരു അടയാളം ഇല്ലാതെ തന്നെ പെട്ടെന്ന് അതും ദേവിയുടെ കടാക്ഷം തന്നെയാണ്. അപ്പോൾ ഈ സബ്സ്ക്രൈബേഴ്സിലും വരാൻ തീർച്ചയായിട്ടും തീർച്ചയായും നമുക്ക് രണ്ടുപേർക്കും ഒത്ത് ഈ കരിക്കകത്ത് വരാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. മാഡം എനിക്ക് തന്ന 2 പുസ്തകങ്ങളാണ്. ഒന്ന് രാധേയം, രാധാമണി പരമേശ്വരൻ. പ്രിയപ്പെട്ട സൈനാവതിക്ക് സ്നേഹപൂർവ്വം, രാധേയം. അടുത്ത ഒരു പുസ്തകം മോക്ഷം, അത് നോവലാണ്, രാധാമണി പരമേശ്വരൻ. ഈ 2 പുസ്തകങ്ങളും ഞാൻ ഏകദേശം ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കാരണം ഇപ്പോൾ ഞാൻ മലയാറ്റൂരിൻ്റെ വേരുകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്യുക. പുസ്തകമാണ്, നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ ഇതിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ കഴക്കൂട്ടത്ത് നമ്മുടെ ലുലു മാളിൻ്റെ അടുത്തായിട്ട് SFS ഫ്ലാറ്റിലാണ് കേട്ടോ നിൽക്കുന്നത്. നമ്മുടെ കവി രാധാമണി പരമേശ്വരൻ്റെ ഫ്ലാറ്റിലാണ് നിൽക്കുന്നത്. അപ്പം അവിടെയൊക്കെ ഒന്ന് കാണാം. അവസ്ഥാന്തരം കവിത, രാധാമണി പരമേശ്വരൻ.
എല്ലാവർക്കും നന്ദി, നമസ്കാരം.